വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സിറിയയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം. 250-ലധികം ഇടങ്ങളിൽ ആക്രമണം നടത്തി. പ്രതിപക്ഷ സഖ്യത്തിന് രാജ്യത്തിന്റെ ഭരണം കൈമാറാൻ തയ്യാറാണെന്ന് അസദിന്റെ കാലത്തെ പ്രധാനമന്ത്രി മുഹമ്മദ് ഗാസി അൽ ജലാലി അറിയിച്ചു. തുർക്കിയുടെ പിന്തുണയുള്ള വിമത സഖ്യമായ സിറിയൻ നാഷണൽ ആർമി വടക്കൻ സിറിയയിൽ കുർദ് സേനയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന മൻബിജ് പിടിച്ചെടുത്തു. സിറിയയിൽ HTSനെ ഭീകര പട്ടികയിൽ നിന്ന് മാറ്റാൻ കഴിയുമെന്ന് അമേരിക്ക അറിയിച്ചു. BK സുഹൈൽ വിശദാംശങ്ങൾ നൽകും ന്യൂസ് ഡെസ്കിൽ നിന്ന്. സുഹൈൽ, വിമതർ സിറിയ പിടിച്ചെങ്കിലും സങ്കീർണതകളുടെ സമ്മേളനം തന്നെയാണ് രാജ്യമാകെ. ഏറ്റവും ഒടുക്കം ഇപ്പോൾ ഇസ്രായേൽ ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ വ്യോമാക്രമണവും ബോംബാക്രമണവും നടത്തുന്നത്? അത് ഈ വിമതരുടെ കേന്ദ്രങ്ങളിലും വിമതർക്ക് മുകളിലുമാണോ, അതോ നേരത്തെ അസദിന്റെ സൈനിക കേന്ദ്രങ്ങളിലും അവരുടെ ആയുധപ്പുരകളിലുമൊക്കെയാണോ? എവിടെയൊക്കെയാണത്? സൈഫുദ്ദീൻ, ബഷാർ അൽ അസദ് വീണ ഉടനെ തന്നെ വലിയ ഇടപെടലുകൾ ഇസ്രായേൽ സിറിയയിൽ നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ അവരുടെ ബഫർ സോൺ കടന്ന് മുന്നോട്ട് വരുന്നു. അതിനപ്പുറം പല കേന്ദ്രങ്ങളിലും ഇസ്രായേൽ നേരത്തെ തന്നെ ബോംബിട്ടിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ 250 ഇടങ്ങളിലാണ് ഇസ്രായേൽ വിവിധ കേന്ദ്രങ്ങളിൽ സിറിയക്കും ഉള്ളിൽ വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത്. അത് പ്രധാനമായും ബഷാർ അൽ അസദിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ. ബഷാർ അൽ അസദിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് അത് സിറിയയുടെ കേന്ദ്രങ്ങൾ തന്നെയാണ്, ആയുധപ്പുരകൾ. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സൈനിക വിമാനത്താവളങ്ങൾ, ഇവിടങ്ങളെല്ലാം, അതായത് പ്രധാനപ്പെട്ട സൈനിക ശേഷി സിറിയയുടെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇസ്രായേൽ ഈ ആക്രമണങ്ങൾ നടത്തുന്നത്. അവർ പറയുന്നത് ഈ ആയുധങ്ങളൊന്നും തീവ്രവാദികളിലേക്ക് എത്താതിരിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് എന്നുള്ള ഒരു വ്യാഖ്യാനമാണ് ഇസ്രായേൽ അതിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഒരു പരമാധികാരമുള്ള ഒരു രാജ്യത്തിനുള്ളിൽ കടന്നുകയറി വലിയ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുമ്പോൾ ലോകം കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. അറബ് രാജ്യങ്ങൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അമേരിക്കയോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനോ അടക്കമുള്ള രാജ്യങ്ങൾ ഇത്തരം പ്രവൃത്തിയെ എതിർക്കുന്നില്ല എന്നുള്ളത്, അതായത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണങ്ങളെ അപലപിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. പ്രത്യേകിച്ചും സിറിയ, അവർക്കുള്ളിലുള്ള ജനത തങ്ങളുടെ സ്വയം പരമാധികാരത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും വലിയ ആഹ്ലാദങ്ങൾ പങ്കുവെക്കുന്ന ഈ ഘട്ടത്തിൽ തന്നെയാണ് ഈ ഇസ്രായേലിൻ്റെ ഈ ആക്രമണം നടക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. അതോടൊപ്പം ഇനി എന്താണ് സിറിയയിൽ നടക്കുക എന്നുള്ള കാര്യവും വലിയ ചർച്ചകൾ നടക്കുന്നു. നിലവിലുള്ള പ്രധാനമന്ത്രി, അതായത് അസദിൻ്റെ കാലത്തെ പ്രധാനമന്ത്രി ജലാലി, നിലവിലുള്ള അതായത് HTSൻ്റെ സേനയ്ക്ക് ഈ ഒരു അധികാരം സുഗമമായി കൈമാറുന്നതിനുള്ള പ്രക്രിയകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിലവിലെ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ HTSൻ്റെ മേധാവി ജൗലാനിയും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കാലത്തെ HTS ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിലെ പ്രധാനമന്ത്രിയുണ്ട് മുഹമ്മദ് ബഷീർ, അദ്ദേഹവും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ആ കൂടിക്കാഴ്ചയിൽ എങ്ങനെയാണ് ഈ ഒരു ട്രാൻസിഷൻ നടക്കുക എന്നതിനെക്കുറിച്ചുള്ള വിശദമായ ആലോചനകൾ നടത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള, സിറിയൻ ജനതയുടെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ട്രാൻസിഷൻ എങ്ങനെ നടക്കും? കാരണം പ്രത്യേകിച്ചും ഈ പല സ്ഥാപനങ്ങളും, ഗവൺമെൻറ് സ്ഥാപനങ്ങളുമുണ്ട്. അത് പിടിച്ചെടുക്കുക എന്നതിലപ്പുറമായി സുഗമമായി കൈമാറിയാൽ അതേ സ്റ്റാഫ്, അതേപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ അവരുടെ പ്രതിനിധികൾ, ഇതടക്കമുള്ളത് അതേപോലെ തന്നെ നിലനിർത്താനുള്ള ഒരു സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചർച്ചയാണ് നടക്കുന്നത്. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും മറുഭാഗത്ത് ഈ ബഷാർ അൽ അസദും HTSും അല്ലാത്ത വിവിധ സേനകൾ പിടിച്ചടക്കിയിട്ടുള്ള പ്രദേശങ്ങളുണ്ട്. പ്രത്യേകിച്ചും SDF, അവർ കുർദുകൾക്ക് വേണ്ടി പ്രത്യേകമായ രാജ്യം വേണം എന്നാണ് അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പിടിച്ചടക്കിയ പ്രദേശങ്ങളുണ്ട്. അതേപോലെ തന്നെ തുർക്കിയുടെ നിയന്ത്രണത്തിലുള്ള ചില പ്രദേശങ്ങളുണ്ട്. അവിടങ്ങളിലെല്ലാം എന്ത് സംഭവിക്കും? അതെല്ലാം ഈ ഒരു ഐക്യ സിറിയയുടെ ഭാഗമായി മാറുമോ എന്നൊക്കെയുള്ള വലിയ ആശങ്കകളുണ്ട്. നിരവധി ചോദ്യങ്ങളൊപ്പം തന്നെ സുഹൈൽ, അമേരിക്കയുടെ ഇനിയുള്ള നീക്കവും നിർണായകമാണ്. ഇപ്പോൾ HTSനെ ഭീകര പട്ടികയിൽ നിന്ന് മാറ്റാമെന്ന് ബൈഡൻ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ചുമതലയേൽക്കാൻ പോകുന്ന ട്രംപിന്റെ സിറിയൻ താല്പര്യം, ഇനിയുള്ള സിറിയയുടെ താല്പര്യം എങ്ങനെയാണെന്നൊക്കെ അറിയണം. അപ്പോൾ ഈ ഭീകര പട്ടികയിൽ നിന്ന് HTSനെ മാറ്റാനുള്ള അമേരിക്കയുടെ നീക്കത്തെയും അമേരിക്കയുടെ ഇറാൻ പൂർണ്ണമായും പിൻവാങ്ങിയ സിറിയയിലെ താല്പര്യത്തെയും എങ്ങനെ കാണേണ്ടി വരും? ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവന വളരെ നിർണായകമാണ്. അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, അതായത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രതിനിധിയും വക്താവുമായ മാത്യു മില്ലറാണ് ഇപ്പോൾ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഹൈഅത്ത് തഹ്രീർ ഷാം എന്ന ഈ HTS, ഇപ്പോൾ അസദിനെ വീഴ്ത്തിയ, ഡമസ്കസ് പിടിച്ച സംഘടന, അത് US ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സംഘടനയാണ് HTS. ഈ സംഘടനയെ ഒരു നോർമലൈസ് ചെയ്യാൻ, അതായത് ഭീകര പട്ടികയിൽ നിന്ന് മാറ്റാൻ കഴിയും എന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത്. മാറ്റി എന്ന് ബൈഡനോ അല്ലെങ്കിൽ അമേരിക്കയോ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി മാറ്റാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് നടത്തുന്നത്. അവർ
ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്ക് വരുന്നു, എല്ലാവരെയും ഉൾക്കൊള്ളുന്നു, ന്യൂനപക്ഷങ്ങളെ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ അവരെ ഭീകര പട്ടികയിൽ നിന്ന് മാറ്റാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ആലോചനയിലാണ് അമേരിക്ക എന്ന തരത്തിലാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. ഒപ്പം തന്നെ ഞങ്ങൾ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവർ പറയുന്നു. ഡയറക്റ്റായും ഇൻഡയറക്റ്റായും എങ്ങനെയാണ് അവരുമായി സംസാരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു സൂചന ഇപ്പോൾ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുകയാണ്. അങ്ങനെയാണ് എങ്കിൽ HTSനെ അമേരിക്ക അംഗീകരിക്കുകയാണ് എങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അമേരിക്ക നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രദേശങ്ങളുണ്ട്, അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള വിമത സഖ്യങ്ങളുള്ള സേനയുണ്ട്. പ്രത്യേകിച്ചും SDFനെല്ലാം ഏറ്റവും കൂടുതൽ സഹായം നൽകുന്നത് അമേരിക്കയാണ്. വലിയൊരു ഭാഗം SDFന്റെ കൈകളിലുമാണ്. അവർ ചേർന്നുകൊണ്ടുള്ള ഒന്നിച്ചു ചേർന്നുള്ള ഒരു ഭരണത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ജനുവരി 20 ശേഷം അമേരിക്ക ഭരിക്കാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം US-ൽ നിന്നുള്ള സേനാ പിന്മാറ്റം, കുറച്ച് സൈനികർ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് US ബേസുള്ള ഒരു സ്ഥലമാണ് സിറിയ. അവിടങ്ങളിൽ കുറച്ച് സൈനികർ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ SDFന് പ്രാധാന്യം നൽകാനും SDFനെ സഹായിക്കാനുമാണ് അവർ നിൽക്കുന്നത്. അവർ ഈ ഒരു സേനയുമായി സഹകരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും കൂടുതൽ പ്രദേശങ്ങൾ ഇതിൻ്റെ ഭാഗമാകും. പിന്നീട് തുർക്കി സ്വാഭാവികമായും ഈ ഒരു ചർച്ചയുടെ ടേബിളിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു സംഘടന തന്നെ, ഒരു സംവിധാനം തന്നെയാണ്. പ്രത്യേകിച്ചും എർദോഗാൻ നേരത്തെ തന്നെ ബഷാർ അൽ അസദുമായി പോലും ചർച്ചകൾ നടത്താൻ തയ്യാറാണ് എന്നറിയിച്ചിരുന്നു. അപ്പോൾ അതിർത്തി മേഖല സുരക്ഷിതമാവുകയും പ്രത്യേകിച്ചും 35 ലക്ഷം ആളുകൾ തുർക്കിക്കുള്ളിൽ ഉണ്ട്, അഭയാർത്ഥികളായി, സിറിയൻ അഭയാർത്ഥികളായി. അവരെ തിരിച്ചെത്തിക്കാനുള്ള സംവിധാനം ഒരുങ്ങുകയും രാജ്യം സുരക്ഷിതമാവുകയും ചെയ്താൽ ആ തുർക്കിയുടെ നിയന്ത്രണത്തിലുള്ള മേഖലകൾ കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കപ്പെടാൻ സാധിക്കും. അപ്പോൾ ഒരു നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ അപ്പോഴും അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ കലുഷിതമാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഇസ്രായേൽ ആലോചിക്കുന്നുവോ എന്നുള്ളതാണ് ഈ വലിയ ഭീകരാക്രമണങ്ങൾ തെളിയിക്കുന്നത്.